Hi, hello everyone, Assalamu alaikum. It's me Adila. Welcome back to my YouTube channel. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് കുറച്ചധികം സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ റെസിപ്പി അല്ല, ഒരു കറി, ചെമ്മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടേനു. അപ്പോൾ അങ്ങനെ പുറത്തേക്കെല്ലാം പോയിട്ട് ഒരു ഉച്ചയാവാനെല്ലാം ആകുമ്പോഴാണ് കേട്ടോ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായത്. വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ വന്നത് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റ് ഉണ്ടേനു, ഒരു ഹഷ്ലി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണോ താത്തയാണോ ആരാന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടേനു. ഞാനൊരു ചെമ്മീൻ കറി ഇങ്ങനെ കൂട്ടിയിട്ട് ചോറ് നിന്ന വീഡിയോ കണ്ടപ്പോൾ ആ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിനേനു ആ ഒരു കറിൻ്റെ റെസിപ്പി ഒന്ന് ചെയ്യുമോ ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനൊരു സെറ്റാക്കിയിട്ടെല്ലാം വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് അവിടെ സെറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഒരു 1/2 കിലോളം ചെമ്മീന് തലയെല്ലാം കളഞ്ഞിട്ട് സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് പച്ചമാങ്ങ, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് പെരുംജീരകവും വേണം, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും വേണം. അപ്പോൾ തേങ്ങയെല്ലാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ. തേങ്ങക്കൊന്നും ഒരു അളവില്ല, നിങ്ങൾക്ക് എത്രത്തോളം കറി വേണോ അത്രത്തോളം തേങ്ങ എടുക്കുക. പിന്നെ സ്പൈസസ് ആയിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചട്ടിയിലാണ് കറിയാക്കുന്നത്. ഈ ഒരു കറിയാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ ഗ്യാസും വേണ്ട അധികം. നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്യാസ് ഓണാക്കിയിട്ടൊന്നുമല്ല കറിയാക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് ഗ്യാസ് എല്ലാം ഓണാക്കണ്ടും കേട്ടോ. അപ്പോൾ ആ ഒരു 1/2 കിലോ ചെമ്മീന് കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക് 2 ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കങ്ങനെ എരിവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് 2 പച്ചമുളകേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ടായ ആ ഒരു പച്ചമാങ്ങയും കൂടി ചേർക്കുക, 2 തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമാങ്ങക്ക് പകരം നിങ്ങൾക്ക് പുളിയും കൂടി ചേർക്കുക കേട്ടോ. പുളീൻ്റെ വെള്ളം വീണിട്ട് ചേർക്കുക. അപ്പോൾ ആ ഒരു പുളിൻ്റെ ടേസ്റ്റിനേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ മാങ്ങ ചേർക്കുമ്പോഴാണ്. ഇപ്പം മാങ്ങ സീസണല്ലേ, അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും അധികം മാങ്ങ ഉണ്ടാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുക. അപ്പോൾ ഇതിൻ്റെയൊന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയെല്ലാം ചേർക്കുക. പിന്നെ ഇതാ ഉപ്പ് അത്ര പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ടൈമായിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറിക്ക് മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയോ കടുകോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല കറിയാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓണാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെമ്മീൻ കുറച്ച് വേവുന്ന വരെ വെയിറ്റ് ചെയ്യുക. തക്കാളിയെല്ലാം മുടഞ്ഞ് ചെമ്മീനെല്ലാം ഒന്ന് കുക്കായിട്ട് വരണം. ഈ ഒരു ചെമ്മീൻ കറിയിൽ ചെമ്മീൻ്റെ തലയും കൂടി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ കറിയിൽ ഇറങ്ങിക്കിട്ടും. പിന്നെ നമ്മളെ ചെമ്മീൻ്റെ തല എടുക്കാൻ പറ്റാത്ത ഒരു ടൈപ്പേനു, കുറച്ചൊരു വൃത്തിയില്ലാത്ത തലേനു, അതുകൊണ്ടാണ് തല കളഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇങ്ങനെ ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ കറിയിൽ ഇഞ്ചി ചേർത്താൽ നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ചെമ്മീൻ്റെ ആ ഒരു പറ്റാത്ത ആൾക്ക് വയറുവേദനയെല്ലാം എടുക്കുമല്ലോ, അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കുറക്കാൻ വേണ്ടി പറ്റും. ചെമ്മീൻ കറിയിൽ ഇഞ്ചി ചേർത്താൽ എപ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ ചേർക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചേർക്കുക. അപ്പോൾ ഇതാ പിന്നെ തേങ്ങ അരക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് പെരുംജീരകം, ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് ആദ്യം ഇട്ടിന്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കുക. ഇതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചധികം തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ തേങ്ങ മുങ്ങി നിൽക്കുന്ന ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെത് കുറച്ചധികം വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ തേങ്ങ അരയാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളമെല്ലാം ചേർക്കുക. പിന്നെ അധികം ആൾക്കാരും ഈ ഒരു തേങ്ങ അരക്കുന്നതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കില്ല, മിക്സിൻ്റെ
ജാറിൻ്റെ കളർ ചേഞ്ച് ആകുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എത്രത്തോളം മഞ്ഞൾപ്പൊടി വേണോ അത്രത്തോളം ഇട്ടിട്ട് കറക്റ്റായിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതാ ബാക്കി കുറച്ചെടുത്ത് വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ പെരക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലെല്ലാം ചേർത്തിട്ട് മിക്സാക്കി വെക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി പോരാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടെല്ലാം ഇടയ്ക്കെല്ലാം കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചെമ്മീൻ്റെ ആ ഒരു കറി ഇങ്ങനെ കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ചെമ്മീനെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് തക്കാളിയെല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ അരച്ചിട്ടുള്ള ആ തേങ്ങൻ്റെ ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണോ കുറച്ച് കട്ടി കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ആ ഒരു വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കറി ഉണ്ടാക്കുന്ന എല്ലാ പ്രൊസീജിയറും ഇങ്ങനെ അടുത്ത് നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു കറി ഞാൻ ജീവിതത്തിൽ മറക്കൂല കേട്ടോ. അപ്പോൾ അത്രക്കും മനസ്സിലിങ്ങനെ പതിച്ച പോലെ ആയിട്ടുണ്ടേനു ഈ ഒരു കറി എന്ന് പറയുന്നത്. പൊതുവേ ഞാനങ്ങനെ കറിയാക്കാനൊന്നും അത്ര എക്സ്പേർട്ടായ ആളല്ല കേട്ടോ. ഇതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ ഒരു കറിയാക്കാൻ ഞാൻ ഒരിക്കലും മറക്കാത്തൊരവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു കറിയെല്ലാം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തിളക്കുന്ന ടൈം പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല അടിപൊളി മാങ്ങയിട്ട ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ ലാസ്റ്റ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലിൻ്റെ ആ ഒരു ഫ്ലേവർ അങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ തൃശ്ശൂർ പപ്പടം ലാസ്റ്റത്തെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. കുറച്ച് വലിയ സൈസ് പപ്പടമാണ്. പൊതുവേ 4 ആക്കിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ആക്കൽ. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യാനും എല്ലാം നിന്നിട്ട് ടൈം കുറേ ആയിട്ടുണ്ട്. അതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് 2 ആക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ വെച്ചിട്ടുണ്ടായത്. അങ്ങനെ നമ്മുടെ കറിയും എല്ലാം അവിടെ അപ്പോഴത്തേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കറിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അങ്ങനെ പിന്നെ ബാക്കി ബാലൻസ് വന്ന കുറച്ച് ചെമ്മീനെ നമ്മൾ പെരക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ അതിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രൈയിൽ പുളിനാരങ്ങ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് വിനാഗിരിയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടും യൂസ് ചെയ്താൽ എല്ലാം സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതാ ആ ഒരു പുളിനാരങ്ങൻ്റെ എല്ലാം വെള്ളം അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചീനച്ചട്ടിയിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്രൈയിങ് പാനിൽ ഇങ്ങനെ ഫ്രൈ ആക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലെ ചട്ടിയിലെല്ലാം ഫ്രൈ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ അവിടെ കുക്കാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഒന്ന് ക്ലോസ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ കുറച്ച് കുക്കായി വരുന്നുണ്ട് കേട്ടോ. ആ ഒരു കുറച്ചൊരു ഇങ്ങനെ കളറെല്ലാം ചേഞ്ചായി നല്ല സ്മെല്ലെല്ലാം വരുന്ന ആ ഒരു ടൈമിൽ കുറച്ച് ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി അങ്ങനെ കളറ് മാറി അങ്ങനെ വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് അതങ്ങ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് കഴിക്കുന്ന ടൈം ആ ഒരു ഉള്ളിയും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ കണ്ടായത് കണ്ണൂരിലെ പുലരി റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ തന്നതേനു. അങ്ങനെ ഞാൻ പിന്നെ ഒരു അച്ചാർ പ്രേമിയൊന്നും അല്ലാത്തതുകൊണ്ട് അച്ചാറൊന്നും അങ്ങനെ കൂട്ടലില്ല. പിന്നെ ഇതാ തൈരുമുണ്ട്, പിന്നെ നമ്മളെ അടിപൊളി ചെമ്മീൻ ഫ്രൈയും ഉണ്ട്, ചെമ്മീൻ കറിയും ഉണ്ട്. അപ്പോൾ കുറച്ച് മൊഞ്ചാകട്ടെ എന്ന് വിചാരിച്ചിട്ട് മേലെ കുറച്ച് കറിവേപ്പിലെല്ലാം വെച്ച് കൊടുത്തതാണ്. പിന്നെ പപ്പടവും എല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് കുറച്ചൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇന്ന് വീഡിയോ എടുത്തുകൊണ്ട് തന്നെ എല്ലാം നല്ല ഒരു വൃത്തിക്ക് ഇങ്ങനെ വിളമ്പിയിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തതാണ്. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് എല്ലാം പറയാം. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു റെസിപ്പി വീഡിയോ എടുത്തത്. ഇതുവരെ ഞാൻ മര്യാദയ്ക്കൊരു റെസിപ്പി വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിട്ടില്ല. എനിക്കങ്ങനെ കറിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ അധികം ആക്കാൻ അറിയില്ല കേട്ടോ. ബഹ്റൈനിലുള്ള ടൈം അങ്ങനെ ആക്കും എന്നല്ലാണ്ട് നാട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്കും തിരിഞ്ഞു നോക്കലില്ലേനു. വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് ഈ ഒരു കറിയിലും ചോറിലൊന്നുമല്ല, ഈ പുഡിങ്, കേക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഇതുവരെ ആരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ കാണുന്നതിൽ ഒരു ലൈക്ക് ബട്ടൺ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റും കൂടി ചെയ്യാട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ഇമോജി എങ്കിലും കമൻ്റ് ആയിട്ട് ഇട്ടാൽ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കലാന്ന് കേട്ടാ. ഇപ്പോൾ ഭയങ്കര കാറ്റുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടും വെയിലും എല്ലാം ഉള്ള ടൈമല്ലേ. പക്ഷെ ഇപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് ഇങ്ങനെ ഭയങ്കര കാറ്റാന്ന് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചൂടൊന്നും തോന്നൂല. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഈവനിങ് ആയപ്പോൾ കുറച്ച് പഴം പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ കമൻറ്റും കൂടി ചെയ്യുക. ബൈ.